നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുകയാണ്. വാർത്താമഴയിൽ വിശദമായി പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെ എതിർക്കുന്നുവെന്നും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്നും രാജ്യസഭയിലെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വിദേശ നയം പ്രധാനമന്ത്രി മോദിയുടെ വ്യക്തിപരമായ വിദേശ നയമാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ. പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രശ്നങ്ങൾ നേരിടാൻ കേന്ദ്ര സർക്കാർ 7 ശാക്തീകരണ സമിതികൾ രൂപീകരിച്ചതായും പ്രധാനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ മാറ്റുക, പെട്രോൾ, ഡീസൽ, പാചകവാതകം, വളം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുക, പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നിവയാണ് വിദഗ്ധ സമിതികളുടെ പ്രധാന ചുമതല. इजरायल और अमेरिका के साथ भी संपर्क में है. हमारा लक्ष्य डायलॉग और डिप्लोमेसी के माध्यम से क्षेत्र में शांति की बहाली का है. बीते 11 वर्षों में 53 लाख मीट्रिक टन से अधिक का स्ट्रेटेजिक पेट्रोलियम रिजर्व भी डेवलप किया गया है. രാജ്യത്ത് നടപ്പാക്കുന്നത് പ്രധാനമന്ത്രിയുടെ വ്യക്തിഗത വിദേശ നയമെന്നും അമേരിക്ക പറയുന്നതാണ് ചെയ്യുന്നതെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. हमारी जो फॉरेन पॉलिसी है, this is Prime Minister Modi's personal foreign policy. You can see the result of this. It's a universal joke. Everybody considers it a universal joke. Donald Trump knows exactly what Mr. Modi can do and what Mr. Modi cannot do. If the Prime Minister is compromised, our foreign policy is compromised. പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യാനായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ വൈകിട്ട് 5 മണിക്ക് ചേരും. 24 ഡൽഹി. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യയിലെ ഇറാൻ അംബാസഡറുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇറാനിലെ ഇന്ത്യക്കാർക്ക് നൽകുന്ന പിന്തുണയ്ക്ക് കേന്ദ്രമന്ത്രി നന്ദി അറിയിച്ചു. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം യുദ്ധതന്ത്രമെന്നാണ് സൂചന. കൂടുതൽ US സൈനികർ വെള്ളിയാഴ്ചയോടെ പശ്ചിമേഷ്യൻ തീരത്തെത്തും. അമേരിക്കൻ യുദ്ധക്കപ്പൽ USS ട്രിപ്പോളിയും സംഘർഷ മേഖലയിലേക്ക് തിരിച്ചെന്നാണ് വിവരം. അതേസമയം സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണ ശ്രമമുണ്ടായി. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കടമ്പാറ ഉന്നതിയിലെ രംഗസ്വാമിയാണ് മരിച്ചത്. ഈ മാസം 9-നാണ് വീടിന് മുന്നിൽ വെച്ച് കാട്ടാന ആക്രമിച്ചത്. ഷാരിഖ് നവാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷാരിഖ്, അങ്ങനെ വീണ്ടും ഒരു ജീവൻ കൂടി എടുക്കുകയാണ് കാട്ടാന. ഗൂഗിൾ, തീർച്ചയായും അട്ടപ്പാടിയിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ്ടും ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ചികിത്സയിലായിരുന്ന രംഗസ്വാമിയാണ്, ബാബു എന്ന് വിളിക്കുന്ന രംഗസ്വാമി, 58 വയസ്സുള്ള ആളാണ് ഇപ്പോൾ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെ മരിച്ചത്. കഴിഞ്ഞ മാർച്ച് 9 പുലർച്ചെ ഈ ഷോളയൂരിലെ ഉന്നതിക്ക് സമീപത്തെ തോട്ടിലേക്ക് നടക്കുകയായിരുന്ന രംഗസ്വാമിയെ പ്രദേശത്ത് എന്നും നാശം വിതയ്ക്കുന്ന ഒരു കാട്ടാനയാണ് ആക്രമിച്ചത്. അന്ന് ആക്രമണത്തിൽ രംഗസ്വാമിയുടെ നട്ടെല്ലിന് കാര്യമായി പരിക്കേറ്റിരുന്നു, ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇപ്പൊ ഇതേ തുടർന്ന് ആദ്യം കോട്ടത്തറയിലെ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിൽ കഴിഞ്ഞ വരവെയാണ് ഇന്ന് വൈകിട്ടോടെ രംഗസ്വാമിയുടെ മരണം സ്ഥിരീകരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ രംഗസ്വാമിയുടെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ 9 പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം തോട്ടിലേക്ക് പോകുന്നതിനിടെയാണ് പ്രദേശത്ത് എന്നും ഇറങ്ങുന്ന ഒരു കാട്ടാന അദ്ദേഹത്തെ വളരെ ക്രൂരമായി ആക്രമിച്ചത്. അദ്ദേഹത്തിന് ക്ഷതമേറ്റ് ചികിത്സയിലായിരുന്നു. ഗൂഗിൾ. ശരി, ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. റിപ്പോർട്ടർ ടിവിയുടെ സംപ്രേഷണ ലൈസൻസ് ദുരുപയോഗം ചെയ്യുന്നുവെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാർ 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. 2020 പാർട്ടി അധ്യക്ഷനും കിറ്റക്സ് ഗ്രൂപ്പ് MDയുമായ സാബു M ജേക്കബ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ നിർദ്ദേശം. ലൈസൻസ് ഉടമകളുടെ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കോടതിയിൽ വാക്കാൽ അറിയിച്ചു. റിപ്പോർട്ടർ ചാനലിന്റെ പ്രവർത്തനം ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ലൈസൻസിലാണ്. എന്നാൽ നിലവിലുള്ള ഡയറക്ടർമാർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ലൈസൻസ് കൈമാറ്റം നടത്തിയ കാര്യം ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ഡയറക്ടറായ MV നികേഷ് കുമാർ കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയത്തെ അറിയിച്ചില്ലെന്നും ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ലൈസൻസ് ഉടമകളായ MV നികേഷ് കുമാറിന്റേതടക്കമുള്ളവരുടെ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിച്ച കാര്യം കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ലൈസൻസ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നികേഷിന് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 2-നകം മറുപടി നൽകണം.
മറുപടി പരിഗണിക്കുന്ന കേന്ദ്ര സർക്കാർ ചാനലിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമാനുസൃതമായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വ്യാജ വാർത്തകൾ നൽകി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് സാബു എം ജേക്കബ് ചാനലിനെതിരെ 250 കോടി രൂപയുടെ നഷ്ടപരിഹാര കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. 24 കൊച്ചി. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. ജാഗ്രതയുടെ ഭാഗമായി 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് ജാഗ്രത പാലിക്കണമെന്നാണ് DMOയുടെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ചൂട് ഉയരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പിൽ മാറ്റം വന്നത്. പാലക്കാട്, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. എല്ലാ ജില്ലകളിലും സാധാരണത്തേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ കൂടുതൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലയിൽ ഒഴികെ വ്യാഴാഴ്ച വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ചൂടുയരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലക്കാർക്ക് DMO ജാഗ്രതാ നിർദ്ദേശം നൽകി. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്നാണ് നിർദ്ദേശം. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഉടൻ ചികിത്സ തേടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി. ജിബിൻ JB 24 തിരുവനന്തപുരം. പെസഹ ദിവസത്തെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പ്രതിഷേധാർഹമെന്ന് സീറോ മലബാർ സഭ. ഇത്തരം തീരുമാനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആസൂത്രിതമായ നീക്കമാണെന്നും ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ദിനങ്ങളെ തുടർച്ചയായി സർക്കാർ അവഗണിക്കുകയാണെന്നും സീറോ മലബാർ സഭ പറയുന്നു. സാജു ചാമക്കാലയിൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. സാജു, ഏതെങ്കിലും തരത്തിൽ ഈ തീയതിയിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ? സർക്കാർ വൃത്തങ്ങൾക്ക് മുന്നിലേക്ക് സഭ ഈ ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഗോകുൽ, തീർച്ചയായിട്ടും അത്തരമൊരു ആവശ്യമാണ് ഇപ്പോൾ സീറോ മലബാർ സഭ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. വിശുദ്ധ ദിനങ്ങളിലെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ മാറ്റിവെക്കണമെന്നുള്ള ആവശ്യമാണ്. സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു മേൽനോട്ടം ഉണ്ടാകണമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പെസഹ ആഴ്ചയിലെ പരീക്ഷകൾ, എഞ്ചിനീയറിംഗ് പരീക്ഷകൾ പ്രതിഷേധാർഹമാണെന്നാണ് ഇപ്പോൾ സീറോ മലബാർ സഭ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരം തീരുമാനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണെന്നും ക്രൈസ്തവ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ദിനങ്ങളെ തുടർച്ചയായി സർക്കാർ അവഗണിക്കുകയാണെന്നുള്ള കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിന്റെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഇപ്പോൾ സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗോകുൽ. വയനാട് കൽപ്പറ്റ കോട്ടത്തറയിൽ UDF കൺവെൻഷന്റെ കയ്യാങ്കളി. പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെയാണ് കയ്യാങ്കളി ഉണ്ടായത്. പ്രാദേശിക ലീഗ് നേതാക്കളിൽ ചിലരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നം. കാളിദാസൻ ദേവദത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. കാളിദാസ്, വലിയ സംഘർഷമായി മാറിയോ? കസേരകളൊക്കെ അലങ്കോലപ്പെട്ട് സ്റ്റേജിൽ വരെ കയറി ആളുകൾ ഉന്തും തള്ളുമുള്ള ദൃശ്യങ്ങൾ വരുന്നല്ലോ. ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി എന്നുള്ളതാണ് ഗൂഗിൾ. പക്ഷേ അത് വലിയ രീതിയിലുള്ള പരിക്കുകളിലേക്കൊന്നും പോയിട്ടില്ല. എന്നിരുന്നാലും ഉള്ളിലുള്ള UDF മുന്നണിക്കുള്ളിൽ നടന്നൊരു ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ കൽപ്പറ്റ കോട്ടത്തറയിലാണ് ഈ UDF കൺവെൻഷനിടെ ഇത്തരത്തിലൊരു കയ്യാങ്കളി ഉണ്ടായത്. അത് പ്രധാനമായിട്ടും ഈ കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട്, ഈ പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചകൾക്കിടയിൽ ഇത്തരത്തിലൊരു കയ്യാങ്കളി ഉടലെടുക്കുകയായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പ്രാദേശിക ലീഗ് നേതാക്കൾ അവരിൽ പലരെയും ഈ ഒഴിവാക്കി, ഈ ഒരു കമ്മിറ്റി രൂപീകരണത്തിൽ നിന്നും ഒഴിവാക്കി എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ നീങ്ങിയത്. കസേരയൊക്കെ എടുത്തു മാറ്റുന്നതെല്ലാം കണ്ടു. പക്ഷെ പരിക്കുകളൊന്നുമില്ല. ശേഷം ഈ ഒരു കൈകാര്യക്ക് പിന്നാലെ തന്നെ ഇത് പ്രശ്നം പരിഹരിച്ച് ഈ ഒഴിവാക്കിയവരെ കൂടി ഉൾപ്പെടുത്തി ആ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ സ്ഥിതി ശാന്തമാണ്. പക്ഷേ ഈ ഒരു സംഘർഷാവസ്ഥ ആ ഒരു കമ്മിറ്റി രൂപീകരണത്തിനിടെ കാളിദാസാണ് വിവരങ്ങൾ നൽകിയതായാലും വയനാട്ടിലാണ്, കോട്ടത്തറയിലാണ് ഈ UDFന്റെ കൺവെൻഷനുടെ ഒരു കയ്യാങ്കളി ഉണ്ടായത്. കമ്മിറ്റികൾ ഉൾപ്പെടുത്തിയാൽ അല്ലെങ്കിൽ പ്രാതിനിധ്യത്തെ ചൊല്ലി ലീഗ് പ്രവർത്തകർ നേതാക്കളാണ് പ്രശ്നം ഉന്നയിച്ചതും പിന്നീട് ഒരു തർക്കത്തിലേക്ക് പോയത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ പരിഹാസവുമായി നടൻ സലീം കുമാർ. കേരളത്തിൽ വലിയ വികസനം എന്ന് പറഞ്ഞവരെല്ലാം ഭ്രാന്താശുപത്രിയിലാണ്, പറയുന്നതെല്ലാം തള്ളാണെന്നും UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സലീം കുമാർ. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ ഉളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്ത്?
അല്ല സലീമിന് അറിയാലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഇവിടെ ഇപ്പൊ പോയതോ. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. KP രമണിയെ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി CPIM. UDFന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തതിനാണ് നടപടി. TK ഗോവിന്ദന്റെ ഭാര്യയാണ് KP രമണി. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അജീഷ്, പ്രതീക്ഷിച്ചിരുന്ന നടപടിയല്ലേ? CPM വിട്ട കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദന്റെ ഭാര്യയാണ് KP രമണി. KP രമണി കഴിഞ്ഞ ദിവസം UDFന്റെ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. ആ കൺവെൻഷനിൽ പങ്കെടുത്തതിനെ തുടർന്ന് തന്നെ ഈ നടപടി പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു അസ്വാഭാവികതയുമില്ല. UDF കൺവെൻഷനിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ഇപ്പോൾ KP രമണിയെയും CPIM പുറത്താക്കിയിരിക്കുന്നത്. അജീഷ് ജയകുമാർ ചേരുന്ന. അജീഷ്, വിവരങ്ങൾ. ഇന്നലെയാണ് തളിപ്പറമ്പിൽ ടൗൺ സ്ക്വയറിൽ നടന്ന TK ഗോവിന്ദന്റെ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ KP രമണി പങ്കെടുത്തത്. KP രമണി ആദ്യം വേദിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം TK ഗോവിന്ദൻ തന്നെയാണ് സദസ്സിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് DCC പ്രസിഡന്റ് അവരെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട KP രമണി പറഞ്ഞത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഭർത്താവിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഈ വേദിയിൽ എത്തിയത് എന്നുള്ളതായിരുന്നു. ഇതിന്റെ പേരിൽ പാർട്ടി നടപടിയെടുത്താലും സാരമില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു നിലപാട്. ഇതിന് പിന്നാലെയാണ് ഇന്ന് ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി ചേർന്നിരുന്നത്. ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് KP രമണി. അതിനുശേഷം ഈ പാർട്ടി വിരുദ്ധ നടപടി എടുത്തതിൽ അതിനെ തുടർന്നാണ് അച്ചടക്ക നടപടിയെടുത്തത്. CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായി എതിർപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു എന്നതാണ് ഇവർക്കെതിരെ കണ്ടെത്തിയ കുറ്റം. അതുകൊണ്ടാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് KP രമണിയെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. മുൻപ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും KP രമണി ഉണ്ടായിരുന്നു. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം TK ഗോവിന്ദന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയുമായി പങ്കെടുത്തതിനാണ്, UDF വേദിയിൽ പങ്കെടുത്തതിനാണ് ഇപ്പോൾ CPM ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ KP രമണിയെ പുറത്താക്കിയിരിക്കുന്നത് CPIM. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.